എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ പറയട്ടെ, തിരുവനന്തപുരം ജില്ലയിൽ LDC എക്സാം എഴുതിയവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾ കണ്ടിരിക്കേണ്ടതായ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ, തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതിയവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലെ കുറച്ചധികം ആശങ്കകളെങ്കിലും ദൂരീകരിക്കാൻ ആ ഒരു വീഡിയോയിലൂടെ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം 2024 ജൂലൈ 27 നടന്ന തിരുവനന്തപുരം LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം കുറച്ചധികം ചോദ്യങ്ങളെങ്കിലും പുതിയതായി കടന്നു വന്നിട്ടുണ്ട്. പുതിയ ചോദ്യ മേഖലയിൽ നിന്നും PSC ക്വസ്റ്റ്യൻ സ്വീകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചോദ്യ മേഖലകളെ, ചോദ്യത്തിൻ്റെ സാഹചര്യങ്ങളെ വിലയിരുത്തി അത് എവിടെ നിന്നാണ് PSC എടുത്തിട്ടുള്ളത് എന്ന് കണ്ടെത്തി അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇത്തരത്തിൽ ഈ ചോദ്യ മേഖലകളെ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നവർ ഇത് കൃത്യമായും ഈ പാഠഭാഗങ്ങൾ പഠിച്ച് മനഃപ്പാഠമാക്കി പോവുകയാണെങ്കിൽ ഉറപ്പായും കുറച്ചുകൂടി എളുപ്പത്തിൽ എക്സാമിനെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു PSCയുടെ ചോദ്യപേപ്പറിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരുവനന്തപുരം LDCയുടെ ചോദ്യപേപ്പറിനെ വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ സോഴ്സ് കൃത്യമായും വ്യക്തമായും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം 2024 നടന്ന ആദ്യഘട്ട LDC ചോദ്യപേപ്പറിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്നത്, സമാനമായ കാലഘട്ടത്തിൽ നടന്നു വന്ന ചോദ്യപേപ്പറിൽ നിന്നും വ്യത്യസ്തമായി 10ാം ക്ലാസ് നിലവാരത്തിലുള്ളൊരു പരീക്ഷയിൽ NCERT ചോദ്യങ്ങളുടെ ഒരു ആധിക്യം കണ്ടൊരു ചോദ്യപേപ്പർ കൂടിയായിരുന്നു തിരുവനന്തപുരം LDCയുടെ ചോദ്യപേപ്പറെന്ന് ആദ്യഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലായ ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ 10ാം ക്ലാസ് നിലവിലുള്ള പരീക്ഷയ്ക്ക് SCERT കൂടുതൽ പിൻപറ്റിയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കുറച്ചുകൂടി അപ്ഗ്രേഡായി PSC NCERTയിലേക്ക് കയറുന്നൊരു സാഹചര്യം ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ SCERT കൃത്യമായും കവർ ചെയ്താണ് നമ്മൾ 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷകളെ നമ്മൾ സമീപിക്കുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പശ്ചാത്തലത്തിൽ NCERT ചോദ്യപേപ്പറുകൾ കൂടി കവർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അത്തരത്തിൽ അടുത്ത ഘട്ടക്കാർ ഒരിക്കലും നമുക്ക് അടുത്ത ഘട്ടക്കാർ ഈ പറഞ്ഞതുപോലെ മുഴുവൻ NCERT പാഠഭാഗങ്ങളും ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് അടുത്ത ഘട്ട പരീക്ഷയിലേക്ക് കടക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നമാണ്, അപ്രാപ്യമാണ്. അതുകൊണ്ട് ഈ പരീക്ഷയിൽ PSC കൃത്യമായും ചോദ്യങ്ങൾ ചോദിച്ച NCERT പാഠഭാഗങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതെങ്കിലും അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് മുന്നേ പഠിച്ച് ഹൃദയസ്ഥമാക്കി പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ NCERT നമുക്ക് നേരിടാം എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പുതിയ ചോദ്യ മേഖലകളെ നേരിടാം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഹിസ്റ്ററി ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്നും NCERTയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്ന പാഠഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ മുസ്ലിങ്ങളും. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പാഠഭാഗം ഇതാണ്: സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ മുസ്ലിങ്ങളും. +2 പാഠഭാഗങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്, +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ മുസ്ലിങ്ങളും. അടുത്തത് ജോഗ്രഫിയിലാണ്. ജോഗ്രഫിയിൽ നിന്നും ചോദ്യം വന്നിരിക്കുന്ന പാഠഭാഗം +1 +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആ പാഠഭാഗം അന്തരീക്ഷ ചംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും. അടുത്തത്, ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും കടുകട്ടിയായി നിലനിന്നതും ഏറ്റവും ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ചതും ഏറ്റവും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തതുമായ ഒരു ചോദ്യ മേഖലയായിരുന്നു എക്കണോമിക്സിൻ്റേത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ
7ഓളം ചോദ്യങ്ങൾ എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചപ്പോൾ അതിൽ 2ഓളം ചോദ്യങ്ങൾ CA പാർട്ടിൽ നിന്നുണ്ടായിരുന്നു. ബാക്കി വരുന്ന 5ഓളം ചോദ്യങ്ങൾ അത് കൃത്യമായും NCERT പാഠഭാഗങ്ങളിൽ നിന്നായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള മേഖല കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് 1-2 ചോദ്യങ്ങൾ മാത്രമാണ് NCERT പാഠഭാഗങ്ങളിൽ നിന്ന് കയറി വന്നതെങ്കിൽ എക്കണോമിക്സിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും വന്നിരിക്കുന്നത് NCERT പാഠഭാഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ NCERT പാഠമേഖലയിലേക്ക് കൂടുതൽ ഊന്നൽ നൽകി പഠിച്ചാൽ മാർക്കുകൾ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. NCERTയിൽ നിന്നും ചോദിച്ച എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം NCERT +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ആസൂത്രണ വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന പാഠഭാഗത്ത് നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. ആസൂത്രണ വികസനത്തിൻ്റെ രാഷ്ട്രീയം. ഇത് +2 പാഠഭാഗത്ത് നിന്നുള്ള ഒരു ചാപ്റ്ററാണ് ആസൂത്രണ വികസനത്തിൻ്റെ രാഷ്ട്രീയം. പിന്നീട് ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. +2-ലെ ഒരു പാഠഭാഗത്തു നിന്ന് തന്നെ 2 ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ചാപ്റ്റർ ഇതാണ്, പണവും ബാങ്കിങ് സംവിധാനങ്ങളും. ഈ പാഠഭാഗം കൃത്യമായി പഠിച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത ഘട്ടക്കാർ പരീക്ഷയ്ക്ക് പോകാൻ. പണവും ബാങ്കിങ് സംവിധാനങ്ങളും 2 ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത് ഈ പാഠഭാഗത്തിൽ നിന്നും. മറ്റൊരു പാഠമേഖലയാണ്, അത് NCERT +1 ടെക്സ്റ്റിൽ നിന്ന് വന്നതാണ്. ഇന്ത്യൻ സമ്പദ്ഘടന 1950 മുതൽ 90 വരെ. ഇന്ത്യൻ സമ്പദ്ഘടന 1950 മുതൽ 90 വരെ. ഇത് +1 പാഠഭാഗത്തിൽ നിന്നാണ്. ആ ചാപ്റ്റർ ഇതാണ്, ഇന്ത്യൻ സമ്പദ്ഘടന 1950 മുതൽ 90 വരെ. അടുത്തത് NCERT +1 പാഠഭാഗത്തു നിന്നൊരു മറ്റൊരു ചാപ്റ്റർ കൂടിയുണ്ട്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. ഒരിക്കൽ കൂടി പറയാം ആ ചാപ്റ്റർ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. അടുത്തത് നമ്മൾ കടക്കുന്നത് ഭരണഘടനയിലേക്കാണ്. ഭരണഘടനയിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് +1 +2 പാഠഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് +1 പാഠഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. +1 പാഠഭാഗങ്ങളിൽ നിന്നും നിയമനിർമ്മാണ സഭ എന്ന ചാപ്റ്ററിൽ നിന്നുമാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ രാജ്യസഭയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ചോദ്യം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അത്. ഇനി ഏറ്റവും അധികം ചോദ്യങ്ങളുണ്ടായിട്ടുള്ള NCERT ചോദ്യങ്ങളുണ്ടായിട്ടുള്ള മറ്റൊരു മേഖലയായിരുന്നു IT. IT-യിൽ ഇപ്രാവശ്യം കുറച്ചധികം CA ചോദ്യങ്ങൾ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. CA ചോദ്യങ്ങൾക്ക് അപ്പുറത്തു നിന്നും കുറച്ച് ചോദ്യങ്ങൾ NCERT-ൽ നിന്നും കടന്നു വരുന്നൊരു സാഹചര്യവും ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. NCERT +1 പാഠഭാഗങ്ങളിൽ നിന്നാണ് IT മേഖലയിൽ ചോദ്യങ്ങൾ ഉണ്ടായത്. +1 പാഠഭാഗങ്ങളിൽ നിന്ന് 2 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ, ഘടകങ്ങൾ. കമ്പ്യൂട്ടർ സിസ്റ്റം, ഘടകങ്ങൾ. അപ്പം കമ്പ്യൂട്ടർ സിസ്റ്റവും ഘടകങ്ങളും എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ശൃംഖലകൾ എന്ന മറ്റൊരു ചാപ്റ്ററിൽ നിന്നും IT പാഠഭാഗത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 ചാപ്റ്ററാണ് ശ്രദ്ധിക്കേണ്ടത്. അത് +1 പാഠഭാഗത്തിൽ നിന്നാണ് ആ 2 ചാപ്റ്റർ വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ ശൃംഖലകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റവും ഘടകങ്ങളും. ഇനി നമ്മൾ സയൻസ് പാഠഭാഗങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, സാധാരണ കഴിഞ്ഞ LPUSA UPSA പരീക്ഷയ്ക്ക് കണ്ടതുപോലെ NCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ആധിക്യമൊന്നും ഇത്തവണത്തെ 10ാം നിലവാരത്തിലുള്ള LDC ചോദ്യപേപ്പറിൽ കണ്ടിട്ടില്ല എന്നൊരു വസ്തുതയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന, അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ നടന്ന LPSA UPSA ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സയൻസ് പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ കൃത്യമായും NCERT ഓറിയൻറ്റഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്രാവശ്യം കൂടുതൽ സയൻസ് മേഖലകളിൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഈ LDC പരീക്ഷയ്ക്ക്, തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഉറപ്പായും പ്രീവിയസ് ചോദ്യങ്ങൾക്കാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാവും. പ്രീവിയസ് ചോദ്യങ്ങൾക്ക് ഊന്നൽ നൽകിയ ഒരു ചോദ്യപേപ്പർ കൂടിയായിരുന്നു സയൻസ് പാഠഭാഗത്തിലെ ചോദ്യങ്ങൾക്ക് ഊന്നൽ നൽകിയൊരു പാഠഭാഗം കൂടിയായിരുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയായിരുന്നു തിരുവനന്തപുരം LDCയുടെ എന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇനി അടുത്തത് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് CAക്ക് കുറച്ചധികം
ഊന്നൽ നൽകിയൊരു ചോദ്യപേപ്പർ കൂടിയായിരുന്നു ഇപ്രാവശ്യത്തേത്. CA-ക്ക് PSC 20 മാർക്കിൻ്റെ ഇത് 20 മാർക്കോളം ചോദിക്കും എന്നൊരു സാഹചര്യം PSC അതിൻ്റെ സിലബസിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സമാന കാലഘട്ടത്തിൽ നടന്ന ചോദ്യപേപ്പറുകളൊന്നും അത്തരത്തിലൊരു 20 മാർക്കിലേക്ക് അല്ലെങ്കിൽ 20 ചോദ്യങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. CA എന്ന് പറയുന്ന കൃത്യമായ ഒരു ടോപ്പിക്ക് 13, 14, 12 ഒക്കെ ചോദ്യങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് സമാനമായ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്, ചോദ്യപേപ്പർ ഉണ്ടായിട്ടുള്ളത്. ഈ ചോദ്യപേപ്പറിൽ കൃത്യമായും ഒരു മൂല്യം CAക്ക് കൊടുത്തുകൊണ്ടാണ് PSC ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. 20-ന് പുറത്ത് ചോദ്യങ്ങൾ CA പാഠഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സാഹചര്യവും ഈ ചോദ്യപേപ്പറിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഈ ചോദ്യപേപ്പറിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു CA. അത് സാധാരണഗതിയിൽ PSC ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ 2-3 മാസം മുമ്പെയുള്ള ചോദ്യങ്ങൾ വരെയാണ് PSC സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഈ ചോദ്യപേപ്പർ കണ്ടതിൽ മറ്റൊരു പ്രത്യേകതയായിരുന്നു 1 മാസം മുമ്പേ വരെയുള്ള ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ പ്രത്യക്ഷപ്പെടുക. CA ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് അടുത്ത ഘട്ടക്കാർ ഉറപ്പായും നിങ്ങളുടെ പരീക്ഷ എന്നാണ് നടക്കുന്നത് അതിന് 1 മാസം വരെയുള്ള CA ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, പഠിക്കുക. കാര്യം ഉറപ്പായും വളരെ റീസെൻ്റായി നടന്ന ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. ഇതാണ് CAയുമായി റിലേറ്റ് ചെയ്ത് പറയാനുള്ള കാര്യം. CAക്ക് കുറച്ചുകൂടി ഊന്നൽ നൽകി മൂല്യം നൽകി പഠിക്കുക എന്നതും ഈ ചോദ്യപേപ്പറിനെ വിലയിരുത്തി നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ്. 30ഓളം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു വരികയുണ്ടായി. ഒരിക്കലും ഒരു ആദ്യ വായനയിലോ 2ാം വായനയിലോ ഒരിക്കലും ഹൃദ്യസ്ഥമാക്കാവുന്ന ചോദ്യങ്ങളായിരുന്നില്ല ഈ ചോദ്യപേപ്പറിൽ കടന്നു വന്നത്. ഉറപ്പായും 1, 2, 3 തവണ വായിക്കുകയും അതിൻ്റെ ഉള്ളറിലേക്ക് ഇറങ്ങിപ്പോകാനും സാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ആ ഓപ്ഷനിൽ നിന്ന് ഈ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താവുന്നൊരു സാഹചര്യം ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു. എത്രത്തോളം പേർ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്നറിയില്ല. ഉപയോഗപ്പെടുത്തിയവർക്ക് ആ ചോദ്യത്തിലെ ചില ഓപ്ഷനുകൾ അറിഞ്ഞിരുന്നെങ്കിൽ കൂടി അല്ലെങ്കിൽ ആ ചോദ്യം തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ കൂടി ഓപ്ഷൻ വെട്ടി ഉത്തരത്തിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 1, 2 ഒരു ഓപ്ഷനെ അറിയാവൂ അല്ലെങ്കിൽ 2 ഓപ്ഷനെ അറിയാവൂ. ഉറപ്പായും നിങ്ങൾക്ക് 1, 2, 3, 4, 5 വായനയിലൂടെ ആ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ആൻസറിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്ന ചോദ്യപേപ്പർ കൂടിയായിരുന്നു ഇന്നത്തേത്. ഇതാണ് ഈ LDC 2024 ആദ്യഘട്ട ചോദ്യപേപ്പർ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പറഞ്ഞ NCERT പാഠ്യഭാഗങ്ങൾ കൃത്യമായും പഠിച്ചെടുക്കുകയും അതുപോലെ തന്നെ CAക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ആ ഒരു രീതിയിൽ വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് അടുത്ത ഘട്ട പരീക്ഷ ഉള്ളവർ ചോദ്യപേപ്പറിനെ സമീപിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും കൃത്യമായൊരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് കടക്കുവാൻ സാധിക്കും. ഉറപ്പായും ഞങ്ങളുടെ മറ്റു വീഡിയോകൾ കാണുവാനും ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഒരു പ്രചോദനമാകുവാനും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കുക. ഉറപ്പായും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ചെയ്യും. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ഉറപ്പായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അടുത്ത ഘട്ടക്കാർ വീണ്ടും അജഗജാന്തര പരിശ്രമം തുടരുക. ഇനിയും നല്ലൊരു ദിവസത്തിൻ്റെ വ്യത്യാസം അടുത്ത പരീക്ഷയിലേക്കുണ്ട്. ഉറപ്പായും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ചോദ്യ മേഖലകൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ ആവശ്യത്തിന് സമയം ഇനിയുമുണ്ട്. ഒന്നും കൈവിട്ടു പോയിട്ടില്ല. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.